ഇതാ നോക്കിക്കോ നോക്കിക്കോ, ഇതാ ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. ആന ഭയങ്കര അക്രമം അഴിച്ചു വിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ശരിക്കും ഒരു ഫോഗ് ലാമ്പെല്ലാം ഇട്ട് വന്നെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഏതാ ഇവിടെ ആയിട്ടേ ഒരു ലേക്ക് ഉണ്ട്. നോക്കേ, കോടമഞ്ഞ് കാരണം കണ്ടില്ല. മിസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു വ്യൂ ഒന്ന് കണ്ടത്. അങ്ങനെ നമ്മൾ പോകുന്ന മേഘമലയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരമുണ്ട്. ചില ഉയരം കൂടിയ ഭാഗങ്ങൾ 1700 മീറ്റർ വരെ ഉയരമുണ്ടെന്നും പറയുന്നുണ്ട്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇവിടെ വേറെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവർക്കൊരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബസ് നിർത്തുന്നത്. കപ്പലണ്ടി മിഠായിയും വടയും ഫ്രൂട്ടിയും ബിസ്ക്കറ്റും അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഞാനും 2 കപ്പലണ്ടി മിഠായി വാങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി അതാണ് എടുത്തു പറയേണ്ടത്. താഴെയായിട്ട് തേയിലത്തോട്ടവും പിന്നെ അല്ലാത്ത മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ ശരിക്കും ഒരു വ്യൂ കിട്ടുന്നില്ല. നല്ലൊരു പഴയൊരു പള്ളിയെല്ലാം കാണുന്നുണ്ട്. ഇവിടെയുള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻ്റ് എല്ലാം, വേറെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഈ പരിസരം എല്ലാം തേയിലത്തോട്ടമാണ്. നല്ല കോടമഞ്ഞും ഇവിടെ ആയിട്ട് കണ്ടില്ലേ ഈ മരങ്ങൾ. ഇത് ഇങ്ങനെ കോടമഞ്ഞെല്ലാം ഉള്ള ഭാഗങ്ങളിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോഴും നല്ല മനോഹരമായിട്ടുള്ളൊരു തടാകം എല്ലാം കാണുന്നുണ്ട്. താഴെയായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. ബോട്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പരിപാടികളൊന്നും കാണില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴെയായിട്ട് ഒരു തേയില ഫാക്ടറി ആണെന്ന് തോന്നുന്നു കാണുന്നത്. ആ കാണുന്നതേ, ആ ദൂരെയായിട്ട് കാണുന്നത് ഒരു തേയില ഫാക്ടറി ആണെന്നാണ് തോന്നുന്നത്. ജയ് ഭീം എന്ന് പറഞ്ഞ സിനിമയുടെ, സൂര്യയുടെ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാമല്ലേ. ആ പാലത്തിനടുത്ത് റേഞ്ച് ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ടവർ കിട്ടുന്നില്ല. ഇവിടെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. റോഡിന് തീരെ വീതി കുറവാണ്. ഗട്ടറിൽ ചാടിച്ചാടിയാണ് ബസ് പോകുന്നത്. എന്നാലും കാഴ്ചകൾ മനോഹരമായതുകൊണ്ട് നമുക്ക് ആ ഒരു ഗട്ടറൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല. അടിപൊളി, നല്ല സ്ഥലം. അങ്ങനെ നമ്മൾ ആ ഒരു ഗട്ടർ ചാടി വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ ഒരു അമ്പലമെല്ലാം അവിടെ കാണുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു പള്ളിയും കാണുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ, അവിടെ ആയിട്ട് കുറേ തേയിലത്തോട്ടത്തിലെ ക്വാർട്ടേഴ്സുകളെല്ലാം കാണാം. എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു കടയൊക്കെയാണ്. തേയിലയുടെ ഓരോ അളവൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ കാണിച്ചിരിക്കുന്നത്. SFD, PD, RD, SRD, BO, BF അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരോ അളവ് തൂക്കങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഒരുവിധം ബസ് സ്റ്റോപ്പുകളിലെല്ലാം തേയിലയും പിന്നെ മസാലകളെല്ലാം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കച്ചവടത്തിനായിട്ട്. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, മഹാരാജ മേട്ട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് വ്യൂ പോയിന്റ് കണ്ടിട്ട് നിൽക്കുമ്പോൾ ഈ ബസ് തിരികെ വരും. മനസ്സിലായില്ലേ?